ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫിൽ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല, അല്ലേ? നമ്മുടെ ലൈഫ് എന്നുള്ളത് തീർത്തും അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളായിരിക്കും ചില സമയത്ത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. സോ ഇവിടെ ഒന്നും തന്നെ നിങ്ങൾ മെൻ്റലി സ്ട്രോങ് അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ലൈഫിൽ നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ട് പോകും. സോ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇത്തരത്തിൽ ഒരു മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്പർ 1, ഡോണ്ട് ഫീൽ അബൌട്ട് എനിത്തിങ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വളരെ പ്രിപ്പയർഡ് ആയിട്ട് പോവുകയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നു. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഇനി എനിക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വളരെ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതിലൂടെ നിങ്ങളുടെ ടൈമും എനർജിയും വെറുതെ വേസ്റ്റായി പോവുക മാത്രമാണ് ചെയ്യുന്നത്. സോ ഇതിന് പകരം നിങ്ങളുടെ ആ ഒരു എനർജിയെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ യൂസ് ചെയ്യണം. അതായത് നെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ സ്കിൽസിനെയും നോളജിനെയും ഇമ്പ്രൂവ് ചെയ്യുക. ഇതെന്നുള്ളത് നിങ്ങളെ കോൺഫിഡൻ്റ് ആൻഡ് സ്ട്രോങ് ആക്കി മാറ്റും. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും എങ്ങനെയായിരിക്കും? അവരുടെ ലൈഫിൽ വല്ല സെറ്റ് ബാക്സും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ അവരുടെ ഗ്രേറ്റസ്റ്റ് കംബാക്കിന് വേണ്ടി തയ്യാറെടുക്കും. അവരുടെ നോളജ് ആൻഡ് സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യും. അവരെ തന്നെ അവർ ന്യൂ വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. അല്ലാതെ അവരൊരിക്കലും അതേപ്പറ്റി ഓർത്ത് നിരാശപ്പെട്ടിരിക്കില്ല. ആൻഡ് ഇത് അവരുടെ ലൈഫിനെ ഗ്രോത്തിലേക്ക് നയിക്കും. നമ്പർ 2, യു ഷുഡ് നോ യുവർ റിയൽ വാല്യൂ ആൻഡ് പവർ. എവിടെയും ആർക്കു വേണ്ടിയും നിങ്ങളുടെ വാല്യൂവിനെയും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെയും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ മാനേജർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കുന്നു. ആൻഡ് നിങ്ങളുടെ മാനേജർ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ് നിങ്ങളോട് പറയുകയാണ്, നീ ചെയ്തതൊക്കെ നന്നായിട്ടുണ്ട്, ബട്ട് നിനക്ക് നല്ല ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രമാണ് അത് ചെയ്യാൻ സാധിച്ചത് എന്ന്. സോ ഇവിടെ ശരിക്കും എൻ്റെ ഭാഗ്യം കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്തത് കൊണ്ടല്ലേ? ഇങ്ങനെയുള്ളൊരു സെൽഫ് ഡൗട്ട് നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇത് നിങ്ങളെ ഒരുപാടധികം അപ്സെറ്റ് ആക്കും. ആൻഡ് ഇതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നിങ്ങളോടുള്ള വാല്യൂ കുറയാൻ കാരണമാകും. എന്നാൽ നിങ്ങൾ അപ്പോൾ തന്നെ ആ ഒരു കൊളീഗിനോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ, അതായത് ഭാഗ്യം കൊണ്ടൊന്നുമല്ല, ഞാൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചത്. ഐ നോ എബൌട്ട് മൈ വാല്യൂ. നിങ്ങൾ പറഞ്ഞ ഈ ഒരു ലക്ക് എന്നുള്ളത് അത് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ടാലൻ്റ് ആൻഡ് ഹാർഡ് വർക്ക് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ ഈ ഒരു ലക്ക് സംഭവിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പറ്റി തന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ആൻഡ് മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി ഇത്തരത്തിൽ അനാവശ്യമായിട്ട് കമൻറ്റ് ചെയ്യില്ല. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് എപ്പോഴും അവരുടെ വാല്യൂ എന്താണെന്ന് നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും. സോ ഇതിലൂടെ അവർക്ക് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സിനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് അവർ ചെയ്യുന്ന വർക്കും പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആക്കാൻ അവർക്ക് സാധിക്കും. ആരുടെ പ്രലോഭനത്തിലും അവർ വീണു പോകില്ല. സോ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനെ ആരെങ്കിലും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യാതെ നോക്കണം. നിങ്ങളുടെ ഹാർഡ് വർക്കിനെ നിങ്ങൾ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം. മറ്റുള്ളവരുടെ അപ്രിസിയേഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നമ്പർ 3, ബി റെഡി ടു മേക്ക് ചേഞ്ചസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൂരിഭാഗം ആളുകളും അവർ പഠിച്ചതിന് യാതൊരു ബന്ധവുമില്ലാത്ത ജോലിയാണ് ചെയ്യുന്നത്. ആ ഒരു ജോലി അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിനും സ്കിൽസ് ഡെവലപ്മെൻറ്റിനും യൂസ്ഫുൾ ആയിരിക്കില്ല. എന്നാലും അവരുടെ ആ ഒരു കംഫർട്ട്നെസ് കാരണം അവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നാലും അവരത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിൽ ഒന്നും തന്നെ പെർമനൻ്റ് അല്ല. സോ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുമ്പോൾ അത് ശരിയായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യണം. നല്ല ബെറ്റർ ആയിട്ടുള്ള ജോബ് ലഭിക്കുമ്പോൾ നിലവിലുള്ള നമ്മളുടെ ജോബ് ക്വിറ്റ് ചെയ്ത് അത് നമ്മൾ ചൂസ് ചെയ്യണം. ആ ഒരു മെച്യൂരിറ്റി നമ്മൾ കാണിക്കണം. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ഇങ്ങനെയായിരിക്കും. കാരണം നമ്മുടെ ലൈഫ് പോകേണ്ടത് എപ്പോഴും മുന്നോട്ട് തന്നെ ആയിരിക്കണം. റിസ്ക് എടുക്കാതെ നമ്മൾ എപ്പോഴും ഒരേ സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ലൈഫിനെ ഒരിക്കലും തന്നെ ഗ്രോത്തിലേക്ക് നയിക്കില്ല. നമ്പർ 4, ഡോണ്ട് എക്സ്പെക്ട് ഇമ്മീഡിയറ്റ് റിസൾട്ട്സ്. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ അവരൊരിക്കലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കില്ല. അവർ റിസൾട്ടിനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യുക അതിലേക്കുള്ള ഒരു പ്രോസസ്സിലേക്കായിരിക്കും. ബിക്കോസ് പ്രോസസ്സ് കറക്റ്റ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു റിസൾട്ടിന് ലഭിക്കും.
സോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ടിനെ ഉടനെ എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിനെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകണം. എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുകയാണ്. എന്നാൽ 2 ദിവസം അതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് 3-ാമത്തെ ദിവസം ആ ഒരു ലാംഗ്വേജ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് പോസിബിൾ ആവുമോ? ഒരിക്കലുമില്ല, അല്ലേ? ആ ഒരു ലാംഗ്വേജ് മുഴുവനായും പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മളൊരു കാര്യം ചെയ്ത് അതിൻ്റെ റിവാർഡ് എപ്പോൾ ലഭിക്കുമെന്ന് അതേപ്പറ്റി മാത്രം ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. സോ ഉടനെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാതെ അതിൻ്റെ പ്രോസസ്സിലേക്ക് നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ അതിന് കുറച്ച് സമയമെടുക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെൻ്റലി സ്ട്രോങ് ആവാൻ സാധിക്കും. നമ്പർ 5, ഡോണ്ട് വറി അബൌട്ട് ഫെയിലിയേഴ്സ്. നമ്മുടെ ലൈഫ് ആരും തന്നെ നമുക്ക് വേണ്ടി മാറ്റാൻ പോകുന്നില്ല. ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് വേണ്ട രീതിയിലായിരിക്കില്ല. നമ്മുടെ ലൈഫിനെ നമ്മൾ തന്നെ നമുക്കനുസരിച്ചിട്ട് മാറ്റണം. എക്സാമ്പിളായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കി. ഗ്രാജുവേഷൻ കഴിഞ്ഞതും ആരും തന്നെ നിങ്ങൾക്ക് വേണ്ട ജോലി നിങ്ങളുടെ കയ്യിലേക്ക് കൊടുന്നിട്ടില്ല. അതിനായിട്ട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം. നിങ്ങളുടെ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യണം. ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. അതിൽ സെലക്ട് ആകണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ വിചാരിച്ച ജോലി ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിൽ നിങ്ങൾ ജോബിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഒരു നല്ല ജോലി ലഭിക്കാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഓരോ പ്രാവശ്യവും നിങ്ങൾ റിജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണായിട്ട് വേണം നിങ്ങൾ വരാൻ. ആ ഒരു സ്ട്രെങ്ത്ത് അടുത്ത ജോലി അന്വേഷിക്കാനുള്ള ഒരു മോട്ടീവ് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യും. ഫ്രണ്ട്സ്, സക്സസ് നിങ്ങൾക്ക് സന്തോഷം മാത്രമേ നൽകുകയുള്ളൂ. എന്നാൽ ഫെയിലിയേഴ്സ് ജയിക്കണമെന്നുള്ള വാശിയും സക്സസിനെയും നിങ്ങൾക്ക് നൽകും. സോ തോൽവിയാണ് വിജയത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ഇത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. നമ്പർ 6, ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. മിസ്റ്റേക്സ് എന്നുള്ളത് ഹ്യൂമൻ ലൈഫിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നീയൊരു ലോകത്തിൽ വലിയ രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആളുകളും അവരുടെ ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തവരാണ്. എന്നാൽ അവരുടെ ആ ഒരു മിസ്റ്റേക്സിൽ നിന്ന് അവർ ലേൺ ചെയ്ത് അവർ മുന്നോട്ട് പോയപ്പോഴാണ് അവരുടെ ലൈഫ് ഗ്രോത്തിലേക്ക് പോയത്. സോ നിങ്ങളും ഇത്തരത്തിൽ നിങ്ങളുടെ മിസ്റ്റേക്സിൽ നിന്ന് ലേൺ ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ചെയ്ത മിസ്റ്റേക്സിനെ ആക്സെപ്റ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം അത് ചെയ്യില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം. എന്നാൽ ഇത് പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. നമ്മൾ ചെയ്ത മിസ്റ്റേക്സിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സോ ഇതിലൂടെ നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു മിസ്റ്റേക്ക് ചെയ്തത് എന്നും അതിലേക്ക് നയിച്ച ഒരു കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതിലൂടെ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്യൂർഡായിട്ടും മികച്ചതായിട്ടും ആ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. സോ അതുമായി ബന്ധപ്പെട്ട റിഗ്രറ്റ്സും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് പോലും നമ്മളെ സ്ട്രോങ് ആക്കുന്നുണ്ട്. ബട്ട് ഇതിനായിട്ട് നിങ്ങൾ മിസ്റ്റേക്ക് മാത്രം ചെയ്യണമെന്നല്ല പറയുന്നത്. ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ അത് തിരുത്താനുള്ള ഒരു അവസരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ കൂടി നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്പർ 7, ഡോണ്ട് ഓവർ തിങ്ക് അബൌട്ട് പാസ്റ്റ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ അന്നങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്കിപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അന്നങ്ങനെ തോന്നിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരുപാടധികം വിഷമിക്കുന്നുണ്ടായിരിക്കും. ഇതെല്ലാവരുടെ ലൈഫിലും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ പാസ്റ്റിനെ ആലോചിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. നമ്മളുടെ പാസ്റ്റിനെ നമുക്ക് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതേപ്പറ്റി ആലോചിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്ട്രെസ്സ് കൂടും, നിങ്ങളുടെ സമയം വേസ്റ്റായി പോകുമെന്നല്ലാതെ മറ്റൊരു കാര്യവുമില്ല. സോ നിങ്ങളുടെ പാസ്റ്റിനെ ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു പ്രസൻറ്റിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമ്മളെല്ലാവരും നമ്മുടെ പാസ്റ്റിൽ ഒരുപാടധികം മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാടധികം ചാൻസസിനെ മിസ്സാക്കിയിട്ടുണ്ടായിരിക്കും. എന്നാൽ അതേപ്പറ്റി ഓർത്ത് നമ്മൾ വിഷമിക്കുന്നതിന് പകരം നെക്സ്റ്റ് ടൈം ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാതെ എങ്ങനെ നോക്കാം എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ മെൻ്റലി സ്ട്രോങ് ആകും ആൻഡ് നമ്മുടെ ഫ്യൂച്ചറിനെയും നമുക്ക് ബെസ്റ്റ് ആക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.